الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, ലൗകികനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അല്ലാഹുവിൽ തഖ്വയുള്ളവരായി തീരാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമുദായത്തെ ലോകമെമ്പാടും അതിഭയാനകമായ രൂപത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധക്കെടുതികൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഭൗതികമായ ബുദ്ധിപരമായി തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തരം തിരിച്ച് കാണിക്കാനും അവർ ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളെയും അത് തെറ്റുകളാണെങ്കിൽ ന്യായീകരിക്കാനും നന്മയാണെങ്കിൽ അതിനെ വഷളാക്കാനുമുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ കുറച്ചു കാലങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുക. മുസ്ലിമാണെന്ന ഒരു അഭിമാനത്തോടുകൂടെ ആ ഒരു അടയാളം സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ പലതോ ആയിട്ടുള്ള ആക്ഷേപങ്ങളോ അപ്രകാരമുള്ള വർത്തമാനങ്ങളോ ഒക്കെ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. അതൊന്നുകിൽ സോഷ്യൽ മീഡിയകളിലൂടെയോ അതല്ല എങ്കിൽ വൈയക്തികമായി നമുക്ക് തന്നെ നേരിട്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. മാനസിക പ്രയാസങ്ങളിലൂടെ തന്നെയാണ് മുസ്ലിം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മോട് മുന്നറിയിപ്പ് നൽകുകയോ അതല്ലെങ്കിൽ ഒരു അറിയിപ്പായിട്ട് പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദുനിയാവിലെ ജീവിതം എന്നുള്ളത് ഒരിക്കലും മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർഗ പൂന്തോപ്പായിട്ട് അതല്ലെങ്കിൽ സൗകര്യങ്ങളുടെ ഇടമായിട്ട് അല്ല അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറിച്ച് ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ കുടുംബപരമായിട്ടും സാമുദായികമായിട്ടും ഒക്കെ ഒറ്റപ്പെടുത്തപ്പെടുകയോ അതല്ല എങ്കിൽ നമ്മളെ ആക്ഷേപിക്കുന്ന അവസ്ഥ വരികയോ ഒക്കെ ചെയ്യും.
മാനസികമായി തകരുകയും അവിടെ നിന്ന് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു നിൽക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്രകാരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ ഫലസ്തീനിന്റെ പ്രശ്നങ്ങളിൽ പോലും നമ്മൾ എത്രമാത്രം അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെയുള്ള മീഡിയകളിലും ഒക്കെ കുരുന്നുമക്കൾ പരിതാപത്താൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ അങ്ങോട്ട് നോക്കാൻ സാധിക്കാത്തത്ര രൂപത്തിൽ കരൾ പടക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ദിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ചില ആളുകൾക്ക്, ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ചില ആളുകൾക്ക് അപ്രകാരമുള്ള വിഷയങ്ങൾ, വീഡിയോകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളത് വല്ലാത്തൊരു താല്പര്യമുള്ള വിഷയം. അത് ഷെയർ ചെയ്യുക എന്നുള്ളത് അത്രമാത്രം വേണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം അത്രത്തോളം കാണാൻ കഴിയാത്ത ദുരിതപർവമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവിടെ അതിനേക്കാളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം ചെയ്യേണ്ടുന്ന കാര്യം, മാനസികമാകട്ടെ ശാരീരികമാകട്ടെ കുടുംബപരമാകട്ടെ സാമുദായികപരമാകട്ടെ ഒറ്റപ്പെടുത്തപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ അതല്ല എങ്കിൽ ആക്രമിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യഥാർത്ഥ വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ട നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ആരാധനകളിൽ കൂടുതൽ ഇഖ്ലാസോടുകൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും അതിനൊരു പരിഹാരം അങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആരാധനകളിൽ കൂടുതൽ മുഴുകുക. നേരെ മറിച്ച് നേരെ തിരിച്ചാണ് സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോശം അവസ്ഥകളിലൂടെ ഷോകളിലൂടെ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ ധാരാളമായി നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ തന്നെ ആക്ഷേപിച്ച് പറയുന്നു എന്നതിനപ്പുറം ഇതില്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഇവിടെ വരുത്തി തീർക്കുക എന്നതിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാറില്ല. മറിച്ച് നമ്മളത് വളരെ മോശമാണ്, അങ്ങനെ പറയുന്നത് തെറ്റാണ്, അവരങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറയാ എന്നതിനപ്പുറം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ആരാധനകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആരാധനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ. നിസ്കാരത്തിന്റെ വ്യത്യസ്ത പ്രത്യേകതകൾ കുറച്ച് കാര്യങ്ങൾ പറയാം. നിസ്കാരം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഭൗതികവും ആത്മീയവും പാരത്രികവുമായിരിക്കുന്ന നേട്ടങ്ങൾ അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വിലപിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ നമ്മൾ ആരാധനകളിൽ അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമമാണ് ആദ്യമായി നടത്തേണ്ടത്, ആണായാലും പെണ്ണായാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ, ആരെങ്കിലും 40 ദിവസം അല്ലാഹുവിന് വേണ്ടി ഫീ ജമാഅത്തിൻ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ യുദ്രികു തക്ബീറത്തുൽ ഊല, ഇമാമിനോട് കൂടെ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ തുടങ്ങാം. അങ്ങനെ 40 ദിവസം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുതിബത്ത് ലഹു ബറാഅത്താൻ, അല്ലാഹു 2 സുരക്ഷ അവന് വേണ്ടിയിട്ട് ഒരുക്കി തീർക്കും. 2 സുരക്ഷ അവനുണ്ടാകും. ഒന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു, ബറാഅത്തുൻ മിനന്നാർ, ആത്യന്തികമായ ഒരു വിശ്വാസിയുടെ ലക്ഷ്യം എന്നത് സ്വർഗ്ഗപ്രാപ്തിയും നരകത്തിൽ നിന്നുള്ള വിമോചനവുമാണെങ്കിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം ജമാഅത്തിനോടൊത്ത് നിസ്കരിക്കാൻ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ തുടങ്ങാൻ, ഇമാമിനോടൊപ്പം തുടങ്ങാൻ ഒരു 40 ദിവസം പരിശ്രമിക്കാൻ കഴിയും എങ്കിൽ അല്ലാഹു റസൂൽ പറയാൻ, നരകത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. വബറാഅത്തുൻ മിനൻ നിഫാഖ്, നിഫാഖ് ഉണ്ടാവില്ല. നിഫാഖാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. നിഫാഖ് മനസ്സിലുള്ള ഒരുത്തനെ സുജൂദ് ചെയ്യാൻ പോലും കഴിയില്ല. അവൻ സുജൂദിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തീഊൻ, അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാഖിനെ വെളിവാക്കപ്പെടുകയും അവിടെ സുജൂദിലേക്ക് അവർ എല്ലാവരും വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ സുജൂദിൽ കടക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെടുകയും ചെയ്താൽ ലാ യസ്തീഊൻ, അവർക്കത് സാധിക്കുകയില്ല. നിഫാഖ് കാപട്യം മനസ്സിലുള്ള ആളുകൾക്ക് സാധിക്കുകയില്ല. നിഫാഖ് മനസ്സിൽ സൂക്ഷിച്ച ഒരാൾക്ക് നിസ്കാരത്തിലേക്ക് വരാൻ കഴിയില്ല, സുജൂദിൽ കഴിയില്ല എന്നുള്ളതാണ്. കർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായിരിക്കുന്ന കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടുകയാണെങ്കിൽ റസൂൽ പറയാണ്, നിങ്ങളുടെ ആവശ്യം അള്ളാഹു നിറവേറ്റി തരുന്നു.
നിങ്ങൾ അറിയണം അന്ന ഖൈറ അഅമാലികും അസ്സലാം, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അമലുകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് നിസ്കാരമാകുന്നു. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ വീണ്ടും പറയാ, അസ്സലാത്തു ഖൈറു മൗദൂഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും പുണ്യമുള്ള കാര്യമാകുന്നു നമസ്കാരം. ഫമൻ ഇസ്തതാഅ യസ്തക്തിറ ഫൽയസ്തക്തിർ, നിസ്കാരം സുജൂദ് അധികരിപ്പിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ഇമാം ത്വബറാനി പറഞ്ഞത് ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന സ്വലാത്ത്, നിസ്കാരം എന്നുള്ളത് അഫ്ളലു മാ വലഅഹു അല്ലാഹു ഐ ശറഅഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമാകുന്നു നമസ്കാരം. മിനൽ ഇബാദാത്തി, ആരാധനകളിൽ വെച്ച് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, ഇബാദത്തുകളിൽ ഏറ്റവും ഉത്തമകരമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അല്ലാഹുവിലേക്ക് കൂടുതൽ ഒരു വിശ്വാസിയെ അടുപ്പിക്കാൻ, അല്ലാഹുവിനെ ഒരു വിശ്വാസിയോട് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യവും നിസ്കാരമാണെന്നുള്ള റസൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖാല, തീർച്ചയായും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു, സുന്നത്തായിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ച് നിസ്കാരത്തെ അടുത്ത് റസൂൽ പറയാ, കൂടുതൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ വിശ്വാസിയായ ഒരു മനുഷ്യൻ അവനെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ കൂടുതൽ ഇഷ്ടപ്പെടും. വമൻ അക്തറ മിനസ് സുജൂദ്, സുജൂദ് അധികരിപ്പിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ദാദ ഖുർബ, അല്ലാഹുവിന്റെ സാമീപ്യവും അടുപ്പവും കൂടുതലായി തീരും. ഇസ്ദാദ ഖുർബൻ മിനല്ലാഹ് ലഖൗലിഹി വസ്ജുദ് വഖ്തരിബ്, ഈ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക എന്ന ആയത്ത് ഓതിയിട്ടാണ് ആ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലുള്ള സമയം കണ്ടെത്തേണ്ടത് നിസ്കാരത്തിലാണ്. അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദു, ഒരു അടിമ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന സമയം എന്നുള്ളത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് നമ്മൾ ഈ വാർത്തകളും അതോടൊപ്പം തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ദുഃഖവാർത്തകളും ഒക്കെ ഷെയർ ചെയ്യുന്നതിന് അപ്പുറം ഏതെങ്കിലും ഒരു ദിവസം, ഇത്രയും കാലമായിട്ട് നമ്മൾ ഏകദേശം 2 കൊല്ലത്തോളമായി ഫലസ്തീനിലെ മക്കളുടെ പിടച്ചിലുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസമെങ്കിലും രാത്രി എഴുന്നേറ്റിരുന്ന് ഫർദായ നിസ്കാരങ്ങൾക്കപ്പുറം രാത്രി എഴുന്നേറ്റ്, ഇന്നലത്തെ ഒരു ദിവസമെങ്കിലും രാത്രി എഴുന്നേറ്റ് ഒരു 3 റക്അത്തോ 5 റക്അത്തോ നിസ്കരിച്ചിട്ട്, പടച്ചോനെ അവിടെയുള്ള മുഅ്മിനുകളായിട്ടുള്ള മനുഷ്യരാണ് മരിച്ചൊടുങ്ങിക്കൊണ്ടേയിരിക്കുന്നത്, അവർക്കൊരു സമാധാനം കൊടുക്കണേ എന്ന് വ്യക്തിപരമായി നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം നമുക്ക്, നിസ്കാരത്തിൽ ഒരു അടിമ അല്ലാഹുവിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തട്ടൂല. സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറയ, സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ നാഥനോട് ചോദിക്കൂ. ജലാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളെ മുന്നിൽ വെച്ചുകൊണ്ട്, ഏറ്റവും നല്ല പേരുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പ്രയാസങ്ങളെ ദൂരീകരിച്ചു കിട്ടും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. നിങ്ങളുടെ മനസ്സിന് അല്ലാഹു റാഹത്ത് നൽകും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നിർത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിലാൽ, ബിലാലേ അഖിമിസ് സ്വലാ അരിഹ്നാ ബിഹാ, ബിലാലേ നിസ്കരിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾക്ക് റാഹത്ത് ഉണ്ടാവട്ടെ എന്ന്, മനസ്സിന് സമാധാനം ഉണ്ടാകാൻ നിസ്കാരമാണ് ആദ്യമായിട്ട് മുന്നിൽ പിടിക്കേണ്ടത് എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഒന്നുകൂടി എടുത്തു പറയാണ്, ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാം, അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കൺകുളിർമ ഉണ്ടാകാറുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാനസികമായ ഒരു പ്രയാസം ഉണ്ടാവാൻ, ഏതെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടാണ്. ചെയ്യണോ ചെയ്യണ്ടേ, പോകണോ പോകണ്ടേ, സമ്മതിക്കണോ വേണ്ടേ, ഒടുങ്ങണോ ഒരുങ്ങണ്ടേ, ഈ രൂപത്തിലുള്ള ഒരു മാനസിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന നേരത്ത് എന്ത് ചെയ്യാനാണ് റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞിട്ടുള്ളത്? ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കാനാണ്. നമ്മൾ ആരെങ്കിലും ഒരു ദിവസമെങ്കിലും അത്തരം ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ, ഏതെങ്കിലും അത്തരം ഒരു മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവർ ഉണ്ടാവില്ല.
എന്തെങ്കിലും കാര്യത്തിൽ മകളുടെ കല്യാണത്തിന് സമ്മതിക്കണോ വേണ്ടേ, ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോ പോകണോ വേണ്ടേ, അതല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കണോ വേണ്ടേ, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഇത്തരം സംശയാസ്പദമായിരിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് വന്നിട്ടുള്ളത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് 2 റക്അത്ത് നിസ്കരിക്കാം. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം എന്നാണ് അതിന് പേര് പറയുക. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പരിചയമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ, മാനസികമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അത് പലതുകൊണ്ടുമാകാം, അഥവാ ലോകത്ത് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ സംഭവിക്കുമ്പോൾ പോലും മഴയില്ലാത്ത അവസ്ഥയിൽ എന്തിനാ റസൂൽ പറഞ്ഞ് നിസ്കരിക്കാനാണ് പറഞ്ഞത്? മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം. കാരണം എന്താ? ഇത് വല്ലാത്തൊരു പ്രയാസമാണ്. മഴക്കാലത്ത് മഴ ലഭിക്കാതിരിക്കുക എന്നത്, ആവശ്യത്തിന് വെള്ളം ലഭിക്കാതിരിക്കുക എന്നത് പ്രയാസമാണ്. അല്ലാഹു എന്തെങ്കിലും പ്രതിഭാസങ്ങൾ, എന്തെങ്കിലും പ്രതിസന്ധികൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതിലെങ്ങാനും വിധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടിയിട്ടുള്ള നിസ്കാരം. അതോടൊപ്പം തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോഴും സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോഴും ഇതിലൊക്കെ അല്ലാഹു മനുഷ്യന് സംജാതമാകാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലാഹു അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളോട് പറയുമായിരുന്നു, റസൂൽ ഇമാമത്തായി നിസ്കരിക്കുമായിരുന്നു. കാരണം എന്താ? ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു വഴിയും വെളിച്ചവും നിസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റക്അത്തോ അല്ലെങ്കിൽ പല റക്അത്തോ നിസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് അള്ളാഹുവിന്റെ ധാരണ എന്താ അറിയോ? കുല്ലമാ ഖറഅ ആയതൻ മിൻ സൂറത്തിൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതി തുടങ്ങിയാൽ ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അല്ലാഹു തആല മലക്കുകളോട് പറയുകയാണ്, ഹമദനി അബ്ദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ ഓതുന്ന ഒരു അടിമയുടെ ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അല്ലാഹു മലക്കുകളോട് പറയും, ഹമദനി അബ്ദി, എന്റെ അബ്ദി, എന്റെ അടിമ എന്നെ ഇതാ സ്തുതിച്ചിരിക്കുന്നു, വഅസ്നാ അലയ്യ അബ്ദി, എന്നെ ഇതാ എന്റെ അടിമ പുകഴ്ത്തിയിരിക്കുന്നു, വമജ്ജദനി അബ്ദി, എന്നെ എന്റെ അടിമ ഇതാ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. ഹാദാ ലി അബ്ദി, ഇതെന്റെ അടിമക്കുള്ളതാണ്. അല്ലാഹു പറയാ, ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅല, എന്താണോ എന്റെ അടിമ ചോദിച്ചത്, ആ ചോദിച്ചത് തീർച്ചയായും എന്റെ അടിമക്കുള്ളതാണ്, അവന്റെ അവകാശമാണ്, അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അല്ലാഹു നമ്മളെ കുറിച്ച് പറയാൻ മലക്കുകളോട്, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്റെ അടിമ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇതുവരെ എനിക്കുള്ളത്, ഇനി അവിടുന്ന് അങ്ങോട്ടോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ പടച്ചോനെ നീ ഞങ്ങളെ നയിക്കണേ എന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാൻ. അപ്പൊ അല്ലാഹു പറയാം, എന്താണോ എന്റെ അടിമ എന്നോട് ചോദിച്ചത് തീർച്ചയായും അത് അവന് നൽകാൻ ഞാൻ തയ്യാറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, ആരെങ്കിലും മാനസികമായിട്ടോ അല്ലാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അൽ മുഅ്മിൻ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തന്റെ നാവ് കൊണ്ടും തന്റെ കൈകൾ കൊണ്ടും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റുള്ള മുസ്ലിം സംരക്ഷിക്കപ്പെടണമെന്ന വാശി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാത്തവർ മുസ്ലിം അല്ല. അപ്പൊ നമ്മളെ വാക്കുകൊണ്ടും നമ്മളെ ഷെയർ കൊണ്ടും ആർക്കെങ്കിലും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ? ഒരു നിസ്കാരക്കാരന് അത് സാധിക്കൂല ഒരാളെ വേദനിപ്പിക്കാൻ. നീ നമസ്കാരം നിലനിർത്തുക, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇത് സാധിക്കണം. ഒരു ഫഹ്ശാഉം മുൻകറുമായിട്ടുള്ള കാര്യം എന്റെ കൈകൾ കൊണ്ടോ എന്റെ നാവ് കൊണ്ടോ ഞാൻ ചെയ്യുമ്പോ, ഞാൻ നിസ്കാരക്കാരനാണെന്ന ബോധം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യൂല. 5 വക്തും മുടങ്ങാതെ നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവനെ അധിക്ഷേപിക്കാനോ അതല്ല എങ്കിൽ അവനെതിരെ ആക്ഷേപം ഉന്നയിക്കാനൊന്നും പറ്റൂല. പറയണവരൊക്കെ പറഞ്ഞു. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഒരു സ്തുതിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, നിസ്കാരത്തിന്റെ അടയാളമായിട്ട് അവരുടെ മുഖത്ത് തന്നെ അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവിടെ കാണാൻ സാധിക്കും.
ബശ്ശിരിൽ മശായിന ഫി ളുലബി ഇലൽ മസാജിദ്. റസൂലുള്ളാഹി പറയാ, രാത്രി സമയങ്ങളിൽ, ഇരുട്ടുള്ള സമയങ്ങളിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഖിയാമത്ത് നാളിൽ അവർക്ക് മാത്രം പ്രകാശം കൊടുക്കും പടച്ചോൻ. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അങ്ങനെയുള്ള നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അത്തരം നിസ്കാരങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അഥവാ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനായിരിക്കണം നമ്മുടെ നിസ്കാരം. നമ്മൾ നിസ്കാരം കൊണ്ട് അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇന്നലത്തെ പ്രവർത്തനം നോക്കിയാൽ മതി. ഈ ഇവിടുന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി, ഇന്നലെ വരെ ഞാൻ നിസ്കരിച്ചതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. റസൂൽ പറയുന്ന ഹദീസിന്റെ പകുതി ഭാഗം ഇങ്ങനെയാണ്: അവർ എഴുന്നേൽക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർഹതയുള്ള രൂപത്തിൽ തന്നെ അവന് കൊടുക്കേണ്ട അർഹത കൊടുത്തുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടിയിട്ട് അവന്റെ മനസ്സിനെ ഒഴിവാക്കി നിർത്തുകയും ചെയ്ത ഒളിച്ചു നിർത്തുക. നിസ്കാരത്തിൽ അങ്ങനെയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് മിക്കവാറും നമുക്ക് നമ്മുടെ എല്ലാ കാര്യവും. നിസ്കരിക്കാൻ നിൽക്കുന്നതോടുകൂടെ നമുക്ക് നമ്മുടെ കച്ചവടത്തിന്റെയും പഠനത്തിന്റെയും അധ്യാപനത്തിന്റെയും യാത്രയുടെയും ഒക്കെ ചിന്ത വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെ ഒരു പാകപ്പിഴവ് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ക്ലിയർ ആക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുകയും അല്ലാഹുവിൽ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരക്കാരനാകാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അങ്ങനെ മനസ്സൊഴിവാക്കി നിസ്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച രൂപത്തിൽ അവന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അവനെ മുക്തനാക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ റജുലിൻ യുദ്നിബു ദംബൻ ثم يقوم فيتطهر ثم يصلي ثم يستغفر الله إلا غفر الله له. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നീട് അവൻ എഴുന്നേറ്റ് വുളു ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നിസ്കാരക്കാരനായി ആത്മാർത്ഥമായിട്ടുള്ള ആരാധനകൾ അല്ലാഹുവിന് അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് രൂപത്തിൽ. ഒന്ന്, മാനസികമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഒരുപാട് മുസ്ലിമിനെ വന്നുകൊണ്ടേയിരിക്കാൻ വ്യത്യസ്ത പേരുകളിലുള്ള ഷോകളിലൂടെ മുസ്ലിം ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരന്മാരെയും കൊണ്ടുവന്ന് നിറച്ച് ഇതൊക്കെ മുസ്ലിമിന് ഒരു സിമ്പിളായി ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് പൊതുവേദിയിൽ ഒരു സ്വാഭാവികവൽക്കരണം നടത്തി ഇതൊന്നും ചെയ്യാത്തവർ 6-ാം നൂറ്റാണ്ടുകാരാണെന്നും ഇതൊക്കെ അനുകൂലിക്കാത്തവർ തീർച്ചയായിട്ടും പഴഞ്ചന്മാരാണെന്നും അഥവാ ഇതിനെ പ്രതികൂലിക്കുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്നത് സമൂഹത്തിൽ ഒരിക്കലും തരം താഴ്ന്ന പ്രവർത്തനമാണെന്നും ഒക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയും അതിന് മുസ്ലിങ്ങൾ പേരുള്ളതായിട്ടുള്ള ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരന്മാരെയും ഒക്കെ കൊണ്ടുവരികയും ചെയ്യുന്ന ആധുനിക കാലത്തിലൂടെ മാനസികമായി നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ കേൾക്കുകയോ പറയുകയോ കാണുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്ക് മാനസികമായ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് യാതൊരു കരുണയുമില്ലാതെ ഫലസ്തീനിലെ മക്കളെ അതികഠിനമായി ക്രൂരമായി അവർ ഒന്നും തന്നെ ഇന്നലെ പ്രസവിച്ച കുഞ്ഞു പോലും മണിക്കൂറുകൾ പോലും ജീവൻ അവശേഷിക്കാൻ പറ്റാത്ത രൂപത്തിൽ ജീവിതം നയിക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതികഠിനമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന വിഷയങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ട് പോകുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഖുതുബയിലോ അല്ലെങ്കിൽ ഒരു വാദം നടക്കുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ മാത്രമല്ല, വ്യക്തിപരമായി ഓരോരുത്തരും അള്ളാഹിന്റെ മുമ്പിൽ സുജൂദിൽ കടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നാളെ പിറ്റേത് നമുക്കൊന്നും ഇത് വരില്ലെന്ന് പറയാൻ നമുക്കൊരിക്കലും കഴിയില്ല. അത്തരം അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളാണ് അതിനു വേണ്ടിയിട്ടുള്ള സമയമായിട്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കേണ്ടത്. കാരണം നിസ്കരിക്കുന്ന ഒരു വ്യക്തി അള്ളാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നൽകാൻ അള്ളാഹു ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. സുജൂദിൽ കടന്നുകൊണ്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുള്ളതാവണം. അല്ലെങ്കിൽ അത്തരം ആത്മാർത്ഥമായിരിക്കുന്ന നിസ്കാരക്കാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
ദുനിയാവിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറയാം, ഇന്നല്ലാഹ തആല യഖൂൽ, അള്ളാഹു പറയുന്നു, യബ്ന ആദം, മനുഷ്യ, ആദമിന്റെ പുത്ര, തഫറഖ് ലിഇബാദതി, നീ എനിക്ക് വേണ്ടിയിട്ടുള്ള ആരാധനയിൽ മുഴുകുക, എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. അംലഉ സദ്റക ഗിന, ഞാൻ നിന്റെ മനസ്സിനെ ഗിന കൊണ്ട്, ഐശ്വര്യം കൊണ്ട് നിറക്കും. വഅസുദ്ദ ഫഖറക, നിനക്ക് വരാവുന്ന ദാരിദ്ര്യത്തെ ഞാൻ തടയും, നിനക്ക് വരാവുന്ന പ്രയാസത്തെ ഞാൻ തടയും. നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കണം. അടുത്ത വചനം ശ്രദ്ധിച്ചോളൂ, ഇനി അതിന് സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, അള്ളാഹ് പറഞ്ഞതായിട്ട് റസൂൽ പറയാണ്, അതിനു വേണ്ടിയിട്ട് നീ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, മലത്തു യദൈക ശുഗ്ലൻ, നിന്റെ കയ്യിൽ ഒരു ഒഴിവുണ്ടാവില്ല, നിനക്ക് ഒരു സമയം ഒഴിവുണ്ടാവില്ല. നീ നിന്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയിട്ട് ഓടി തളരും. പക്ഷെ നിനക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ആശ്വാസം കിട്ടൂല, നിന്റെ ഓട്ടത്തിന് സമാധാനം ഉണ്ടാവില്ല. വലം അസുദ്ദ ഫഖറക, അള്ളാഹ് പറയാൻ, നിന്റെ ഫഖർ തീരൂല, നിന്റെ ദാരിദ്ര്യം ഒഴിവാകൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിച്ചത്. രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. നിസ്കാരം കൃത്യമാക്കുകയും ഫർളിനപ്പുറം നമുക്ക് പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ തഹജ്ജുദ് പോലുള്ള നിസ്കാരങ്ങൾ, രാത്രി എഴുന്നേറ്റുള്ള നിസ്കാരങ്ങൾ, അള്ളാഹുക്ക് വേണ്ടിയിട്ട് 3 റക്അത്ത് മതി, ഏറ്റവും കുറഞ്ഞ റക്അത്തുകൾ മതി. രാത്രി എപ്പോഴാണോ നമ്മൾ എഴുന്നേൽക്കുന്നത് അപ്പോ നിസ്കരിക്കണമെന്നൊരു ബോധം ഉണ്ടായി എഴുന്നേറ്റിട്ട് വുളു ചെയ്ത് 3 റക്അത്ത് നിസ്കരിച്ചു പ്രാർത്ഥിച്ചു നോക്കി. അള്ളാഹുവും നമ്മളും മാത്രമുള്ള ഒരു സമയം അള്ളാഹിനോട് മുനാജാത്ത് നടത്തുന്ന, അള്ളാഹുവിനോട് സംസാരിക്കുന്ന, അള്ളാഹുവിനോട് സ്വകാര്യം പറയുന്ന, അള്ളാഹുവിനോട് തന്റെ കാര്യങ്ങൾ അർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്ന ഒരു അവസരം, അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ, ഒരു ദിവസത്തിൽ ഒരു സമയം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ, തീർച്ചയായും അള്ളാഹു എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് നിവർത്തിച്ചു തരും. കുടുംബപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ, സാമൂഹികമായിരിക്കുന്ന പ്രശ്നങ്ങൾ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളിലൊക്കെയും മുസൽമാൻ എന്ന നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ അർഹതപ്പെട്ടവരാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടുന്ന, നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടുന്ന അവകാശമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതവും, നിസ്കാരത്തിൽ പ്രത്യേകിച്ചും പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു ദിവസവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത ദിവസം ഉണ്ടാവാൻ പാടില്ല. മക്കൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കുടുംബത്തിനും ആരോഗ്യത്തിനും സമ്പത്തിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ലോക മുസ്ലിങ്ങളിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഫലസ്തീനി മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, അവരുടെ ശത്രുവിനെ നീ കാണേണ്ട പോലെ കാണണേ റഹ്മാനെ. നശിപ്പിക്കേണ്ട രൂപത്തിൽ, ലോകത്ത് ഇന്നേ വരെ മാതൃകയില്ലാത്ത രൂപത്തിൽ അവരുടെ നാശം മുന്നിൽ കാണാനും അവർക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഏറ്റവും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഓരോ മക്കൾക്കും അല്ലാഹുവേ, അവർക്ക് നീ മനസ്സിന് ഏറ്റവും നല്ല രൂപത്തിൽ ആരോഗ്യം നൽകി, അവർക്ക് ക്ഷമയും സ്ഥൈര്യവും ധൈര്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ നഷ്ടത്തിന് നീ പകരം സ്വർഗം നൽകണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ശരീരത്തിന്റെ പദവി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات.